Hello all. In today's class, we are going to see matrix transformations. So, okay, what is an ordered n tuple? That means in a bracket, orderly, we can write n scalars. അല്ലേ? Ordered n tuple എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെ എഴുതാം? S1, S2, etc. Sn. നമ്മൾ ഒരു ordered pair എങ്ങനെ എഴുതാം? Ordered ഒരു ബ്രാക്കറ്റിൽ XY. അപ്പോൾ അതിനൊരു ഓർഡർ ഉണ്ട്. ഓർഡേർഡ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റത്തത്, അതായത് ഇപ്പോൾ നമ്മൾ 1, 2 എന്ന് പറഞ്ഞ പോയിന്റ് ഇസ് നോട്ട് സെയിം ആസ് 2, 1. അതാണ് ഓർഡേർഡ് പെയർ. അപ്പോൾ ഓർഡേർഡ് എൻ ടപ്പിൾ എന്ന് പറഞ്ഞാൽ പെയർ എന്ന് പറയുമ്പോൾ 2 എണ്ണം, ഓർഡേർഡ് ട്രിപ്ലെറ്റ് എന്ന് പറഞ്ഞാൽ 3 എണ്ണം, XYZ. ഒരു സ്പേസിലെ പോയിന്റിനെ ഡിനോട്ട് ചെയ്യാൻ നമുക്ക് ഓർഡേർഡ് ട്രിപ്ലെറ്റ് യൂസ് ചെയ്യാം. ഇനി ഓർഡേർഡ് എൻ ടപ്പിൾ എന്ന് പറഞ്ഞാൽ ഒരു RN എന്ന് പറഞ്ഞ സ്പേസിലെ ഒരു എലമെന്റ്. സോ അതിനെ നമ്മൾ S1, S2, etc. Sn. ഇവിടെ ഫസ്റ്റ് x1 is equal to S1, x2 is equal to S2 എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്നത് RNലെ ഒരു ജനറൽ ഒരു എലമെന്റിനെ നമ്മൾ ഇപ്പോൾ ട്രിപ്ലെറ്റിലെ R3, അതായത് സ്പേസിൽ നമ്മൾ XYZ എന്ന് പറയുമ്പോൾ n സ്പേസിൽ നമ്മൾ x1, x2, etc. Xn എന്നാണ് ഡിനോട്ട് ചെയ്യുക. അപ്പോൾ അതാണ് ഒരു ഓർഡേർഡ് n ടപ്പിൾ. ഇനി ഈ ഓർഡേർഡ് n ടപ്പിളിനെ നമുക്ക് ഒരു വെക്റ്റർ ഫോമിലേക്ക് എഴുതാം. അതിനെ നമ്മൾ കോളം വെക്റ്റർ എന്ന് പറയും. ഇങ്ങനെ S1, S2, etc. Sn താഴേക്കൊരു മെട്രിക്സ് അല്ലെങ്കിൽ ഒരു കോളം മെട്രിക്സ്, കോളം വെക്റ്റർ പോലെ എഴുതുന്നതിന് അതിനെ നമ്മൾ കോളം വെക്റ്റർ ഫോം എന്നാണ് വിളിക്കുക. ഓക്കെ, ഇനി E1, സപ്പോസ് E1 നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് സ്മോൾ E1 ഫസ്റ്റ് എലമെന്റ് 1ഉം ബാക്കിയെല്ലാം 0യും. സോ 1, 0, 0, 0. E2 will be denoting as 0, 1, 0, 0, En 0, 0, etc. n. So the suffix of E will denote the position of 1, and the rest of the entries will be 0. So such EIs, that is E1, E2, etc. En is called the standard basis vectors of Rn. Okay. So as a particular example, if you consider the space R cube, then E1 is 1, 0, 0, E2 is 0, 1, 0, E3 is 0, 0, 1. So the suffix 1 means first position 1, rest is 0. E2 means the suffix is 2, so second position 1, rest is 0. E3 means the suffix is 3, so third position 1, the rest will be 0. So these are called the standard basis vectors of R3. So in R2, E1 will be 1, 0, E2 will be 0, 1. In R, only one vector, it's 1. Okay, like that. Now, why we call it as basis vectors? Because every vector in Rn can be expressed as a linear combination. So as an example, if x is equal to x1, x2, etc. xn, so it is a vector in Rn. It can be expressed as x1 into E1. So x1 into E1 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് പൊസിഷൻ മാത്രമേ 1 ഉള്ളൂ, ബാക്കി 0 ആണ്. സോ x1 into 1, ബാക്കി 0. സോ x1. x2 into E2 എന്ന് പറഞ്ഞാൽ x2 എന്ന് പറഞ്ഞൊരു സ്കെയിലർ ആണ്. ഇവിടെ x1, x2, etc. xn എന്ന് പറയുന്നത് സ്കെയിലേഴ്സ് ആണ്. സോ x2 into E2 എന്ന് പറഞ്ഞാൽ ആ സെക്കൻഡ് പൊസിഷൻ മാത്രം 1 ഉള്ളൂ. സോ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 0, x2, റെസ്റ്റ് 0. തേർഡ് വരുമ്പം 0, 0, x3, 0. സോ അതിനെ സമ്മപ്പ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? x1, സെക്കൻഡ് പൊസിഷനിൽ x2, തേർഡ് പൊസിഷനിൽ x3, etc. xn. സോ ഏതൊരു വെക്റ്റർ ഇൻ Rn ക്യാൻ ബി എക്സ്പ്രസ്ഡ് ആസ് എ ലീനിയർ കോമ്പിനേഷൻ ഓഫ് E1, E2, etc. En. അതുകൊണ്ടാണ് ഇതിൻ്റെ ബേസിസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ പറയുന്ന എല്ലാത്തിനെയും നമ്മൾ കുറച്ചുകൂടി ജനറലൈസ് ചെയ്ത് നെക്സ്റ്റ് ചാപ്റ്റേഴ്സിൽ പഠിക്കും. സോ ഇത് ജസ്റ്റ് എ ഗ്ലിംസ് ടു ദ തിയറിയാണ്. ഓക്കെ, ഇനി നമ്മളുടെ ഈ ടോപ്പിക് എന്ന് പറയുന്നത് മെട്രിക്സ് ട്രാൻസ്ഫോർമേഷൻ ആണ്. സോ ഡെഫിനിഷൻ 1, ട്രാൻസ്ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ: എ ഫംഗ്ഷൻ ഫ്രം Rn ടു Rm. ഓക്കെ, അവിടുത്തെ ഡൊമൈൻ എന്ന് പറയുന്നത് Rn ആണ്. അതായത് നമ്മളുടെ എൻട്രിയില്ലേ, ഇപ്പം നമ്മൾ സാധാരണ ഒരു മാപ്പിംഗ് പറയില്ല x to y. സോ അവിടെ x എന്ന് പറയുന്നത് ഡൊമൈൻ ആണ്, ഇവിടെ ആ x എന്ന് പറയുന്നത് Rn ആണ്. ഓക്കെ, അപ്പോൾ നമ്മളുടെ ഇൻപുട്ട് വാല്യൂ എന്ന് പറയുന്നത് ഒരു n ഓർഡേർഡ് പെയർ ആയിരിക്കും, അല്ലെങ്കിൽ ഒരു കോളം വെക്റ്റർ ആയിരിക്കും. ഔട്ട്പുട്ട് വാല്യൂ എന്ന് പറയുന്നത് കോളം വെക്റ്റർ ആയിരിക്കും, പക്ഷെ അത് m ആയിരിക്കും. ഓക്കെ, ഫസ്റ്റത്തെ നമ്മൾ ഇൻപുട്ട് വാല്യൂ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ആ എക്സ് എന്ന് പറയുന്നത് ഒരു nth വെക്റ്റർ ആയിരിക്കും. കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് ഒരു m വെക്റ്റർ ആയിരിക്കും, m കോളം വെക്റ്റർ ആയിരിക്കും.
സോ ഒരു മാപ്പിങ്ങിനെ പറയുന്നവരാണ്. പക്ഷെ Rnൽ നിന്ന് Rm എന്ന് പറഞ്ഞ സ്പേസിലേക്കാണെങ്കിൽ നമ്മൾ ആ മാപ്പിന് പറയുന്ന പേരാണ് ട്രാൻസ്ഫോർമേഷൻ. ഓക്കെ, a function from Rn to Rm is called a transformation. സാധാ ഫംഗ്ഷൻ അല്ല, അവിടെ ഡൊമൈൻ Rn ആണ്, കോഡൊമൈൻ Rm ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആ ഫംഗ്ഷനെ വിളിക്കുന്ന പേരാണ് ട്രാൻസ്ഫോർമേഷൻ. സോ മൂവിങ് ടു ദ നെക്സ്റ്റ്, മെട്രിക്സ് ട്രാൻസ്ഫോർമേഷൻ. താഴെ കൊടുത്തിരിക്കുന്ന ഒരു സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻസിനെ കൺസിഡർ ചെയ്യുക. W1 is equal to a11 x1 plus a12 x2 plus etc plus a1n xn w2 etc wm. അപ്പോൾ അവിടെ ശ്രദ്ധിക്കണം, എത്ര ഇക്വേഷൻസ് ഉണ്ട്? നമ്പർ ഓഫ് ഇക്വേഷൻസ് ഈസ് m, നമ്പർ ഓഫ് അൺനോൺസ് ഈസ് n. ഓക്കെ, ദാറ്റ് ഈസ് ദ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. നമ്പർ ഓഫ് ഇക്വേഷൻസ് m ആണ്, നമ്പർ ഓഫ് അൺനോൺസ് n ആണ്. സോ ഈ ലീനിയർ we can write this system of linear equation as a matrix form like w1 w2 etc wm. So it is an m vector which is equal to a matrix ഏത് order ആണ്? m by n. Okay, A is an m by n matrix and x1 x2 etc xn. So augmented matrix അല്ലെ coefficient matrices of order m by n and x1 x2 etc is an n vector. Okay, അത്രയും കാര്യങ്ങൾ മനസ്സിലായാൽ it can written as W is equal to AX, where W is an M vector, A is an M by N matrix and X is an N vector. So transformation T നമ്മൾ ട്രാൻസ്ഫോർമേഷൻ ഇതിൽ തൊട്ട് നമ്മൾ ട്രാൻസ്ഫോർമേഷൻ T എന്നാണ് വിളിക്കുക. T is a transformation from Rn to Rm denoted by T of X is equal to W. Okay, so we call this matrix transformation as TA from Rn to Rm as TA of X is equal to W. അവിടെ സഫിക്സ് ആയിട്ട് A കൊടുത്തിരിക്കുന്നത് ആ മെട്രിക്സിനെ ഡിനോട്ട് ചെയ്യാനാണ് കേട്ടോ. ആ കോഎഫിഷ്യന്റ് മെട്രിക്സിനെ ഡിനോട്ട് ചെയ്യാനാണ് AX കൊടുത്തിരിക്കുന്നത്. സോ അതിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് is equal to W. W എന്ന് പറയുന്നത് എന്താണ്? W is equal to A into X. ഓക്കെ, സോ T A of X is equal to W which is equal to A into X. സോ TA of X, X എന്ന് പറയുന്നത് ഇവിടുത്തെ മെട്രിക്സ് ആണ്. ഇറ്റ്സ് ആൻ n vector. So x belongs to Rn. റിസൾട്ട് എന്തായിരിക്കും കിട്ടുക? ഇറ്റ്സ് W. W എന്ന് പറയുന്നത് Rmലെ ഒരു എലമെന്റ് ആണ്. സോ ക്ലിയർലി TA ഈസ് ഫ്രം Rn to Rm. ഓക്കെ, നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് കാണാം സോ ദാറ്റ് ഇറ്റ് വിൽ ബി ക്ലിയർ ടു യു. സോ എ മെട്രിക്സ് ട്രാൻസ്ഫോർമേഷൻ ഫ്രം R4 to R3. ഇവിടെ n എന്ന് പറയുന്നത് 4 ആണ്, m എന്ന് പറയുന്നത് 3 ആണ്. സോ ദ സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻ ഇസ് ഗിവൺ ആസ് W1 is equal to 2x1 minus 3x2 plus x3 minus 5x4. W2 is equal to 4x1 plus x2 minus 2x3 plus x4. W3 is equal to 5x1 minus x2 plus 4x3. So നമ്മൾ നേരത്തെ എഴുതിയ പോലെ എക്സ്പ്രഷൻ എഴുതുമ്പോൾ W1 W2 W3 is equal to coefficient matrix 2 minus 3 1 minus 5 4 1 minus 2 1 5 minus 2 minus 1 4 0 and പിന്നെ എന്താണ് വരുന്നത്? അൺനോൺസ് x1 x2 x3 x4. ഓക്കെ, സോ A you got x is x1 x2 x3. So what will be TA of x? It is equal to AX. So A into x. Xനെ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ജനറലി നമുക്കിത് ഈ ഒരു ഇക്വേഷൻ സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷനെ സോൾവ് ചെയ്യാൻ അറിയാം അല്ലേ? മെട്രിക്സ് റോ റെഡ്യൂസ്ഡ് എക്കലോൺ ഫോമിലേക്ക് ആക്കിയിട്ട് നമുക്ക് സോൾവ് ചെയ്യാൻ അറിയാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ മെട്രിക്സിൽ നിന്ന് നമുക്ക് x കണ്ടുപിടിക്കാൻ പറ്റും. സോ എക്സ് സപ്പോസ് ഫോർ എക്സാമ്പിൾ എക്സ് എന്ന് പറയുന്നത് 1 minus 3 0 2 ആണെന്ന് വിചാരിക്കാം. അങ്ങനെ ആകുമ്പം എക്സിന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്താൽ യു വിൽ ഗെറ്റ് AX 1 3 8. എക്സിന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക, മൾട്ടിപ്ലൈ ചെയ്യുക. സോ യു വിൽ ഗെറ്റ് W1 W2 W3. ഓക്കെ, അനദർ എക്സാമ്പിൾ സീറോ ട്രാൻസ്ഫോർമേഷൻ. സീറോ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ എത്രേ ഉള്ളൂ? ആ മെട്രിക്സ് ഇല്ലേ, എക്ക് പകരം സീറോ മെട്രിക്സ് ആയിരിക്കും. സോ T0 of X is equal to 0. അതായത് എന്താണ്? എല്ലാ എക്സ് എന്ന് പറയുന്നത് Rnൽ നിന്ന് Rmലേക്കുള്ളൊരു ട്രാൻസ്ഫോർമേഷൻ ആണ്. സോ സീറോ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ എല്ലാ nth വെക്ടറിനെയും സീറോയിലേക്ക് മാപ്പ് ചെയ്യുന്നു. ഓക്കെ, സീറോ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ എല്ലാ n വെക്ടേഴ്സിനും Rnലുള്ള എല്ലാ എലമെന്റ്സിനെയും സീറോയിലേക്ക് തന്നെ മാപ്പ് ചെയ്യുന്നു. വേറൊരു ടൈപ്പ് ഓപ്പറേറ്റർ ഓക്കെ, ഓപ്പറേറ്റർ എന്ന് പറഞ്ഞാൽ ട്രാൻസ്ഫോർമേഷനെ നമ്മൾ ഓപ്പറേറ്റർ എന്ന് പറയണമെങ്കിൽ m ഈക്വൽ ടു n ആയിരിക്കണം. ഓക്കെ,
n ഈക്വൽ ടു, അതായത് Rn ൽ നിന്ന് Rnലേക്ക് തന്നെയാണെങ്കിൽ നമ്മൾ ആ ട്രാൻസ്ഫോർമേഷൻ ഓപ്പറേറ്റർ എന്ന് കൂടി വിളിക്കും. സോ ഐഡന്റിറ്റി ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? സെയിം പറ്റുള്ളൂ, ബിക്കോസ് ഐഡന്റിറ്റി മെട്രിക്സ് ആയിരിക്കണം. നമ്മൾ യൂസ് ചെയ്യുന്ന മെട്രിക്സ് സീറോ മെട്രിക്സ് ആണെങ്കിൽ അത് സീറോ ട്രാൻസ്ഫോർമേഷൻ, ഐഡന്റിറ്റി മെട്രിക്സ് ആണെങ്കിൽ ഇറ്റ് ഈസ് കോൾഡ് ആസ് ഐഡന്റിറ്റി ട്രാൻസ്ഫോർമേഷൻ, ബട്ട് ഇറ്റ്സ് ഫ്രം Rn ടു Rn. ഐഡന്റിറ്റി ആയതുകൊണ്ട് സെയിം വെക്ടറിനെ സെയിമിലേക്ക് തന്നെ മാപ്പ് ചെയ്യുന്നു. സോ ഇറ്റ്സ് ഓപ്പറേറ്റർ ബേസിക്കലി. സോ ടി ഐ ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ഐ ഇൻറ്റു എക്സ്, വിച്ച് ഇസ് സെയിം. അറിയില്ലേ നിങ്ങൾക്ക് ഐഡന്റിറ്റി മാപ്പ് എന്താണ്? എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ്. സോ ഹിയർ ഐഡന്റിറ്റി ട്രാൻസ്ഫോർമേഷൻ അല്ലെങ്കിൽ ഐഡന്റിറ്റി ഓപ്പറേറ്റർ എന്ന് പറഞ്ഞാൽ ടി ഐ ഓഫ് എക്സ് മാപ്സ് ടു എക്സ്. ഇനി നമുക്ക് കുറച്ച് മെട്രിക്സ് ട്രാൻസ്ഫോർമേഷൻ്റെ കുറച്ച് പ്രോപ്പർട്ടീസ് ആണ്. തിയറം 1.8.1. ഫസ്റ്റ് വൺ ഇസ് TA of 0. So TA is a matrix transformation from Rn to Rm. Then the following properties exist. First one is A. TA of 0 is 0. അതായത് Rn ൽ നിന്ന് Rm ലേക്കുള്ള മാപ്പിംഗ് ആണ്. Rn ൽ ഒബ്വിയസ്ലി 0 0 0 0 ആ ഒരു സീറോ വെക്ടർ ഉണ്ടാവും അല്ലേ, ഒറിജിൻ. സോ ആ ഒറിജിനെ മാപ്പ് ചെയ്യുന്നത് Rm ലെ ഒറിജിനിലേക്കാണ്. Rm എന്ന് പറയുന്നത് ഒരു എം സ്പേസ് ആണ്. അപ്പം അതിൽ ഒറിജിൻ ഉണ്ടാവും 0 0 0 0. അപ്പം ടി എ എന്ന് പറയുന്നത് ആ ഒറിജിനെ, Rnന്റെ ഒറിജിനെ Rmലെ ഒറിജിനിലേക്കാണ് മാപ്പ് ചെയ്യുക. സെക്കൻഡ് വൺ, ടി എ ഓഫ് കെ ടൈംസ് യു. ഒരു സ്കെയിലർ മൾട്ടിപ്പിൾ ഓഫ് എ വെക്റ്റർ വിൽ ബി മാപ്പ് ടു കെ ടൈംസ് ടി എ ഓഫ് യു. സിമിലർലി അഡിഷൻ, ടി എ ഓഫ് യു പ്ലസ് വി. സം ഓഫ് ടു വെക്റ്റേഴ്സ് എന്ന് പറയുന്നത് സം ഓഫ് ദ ട്രാൻസ്ഫോർമേഷൻ ഓഫ് ദം. ഡി എന്ന് പറയുന്നത് ട്രാൻസ്ഫോർമേഷൻ ഓഫ് ദ ഡിഫറൻസ് ഇസ് സെയിം ആസ് ഡിഫറൻസ് ഓഫ് ദ ട്രാൻസ്ഫോർമേഷൻ. പ്രൂഫ് വളരെ സിമ്പിളാണ്, ബിക്കോസ് ടി എ ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്താണ്? എ എക്സ് തന്നെയാണ്. സോ ടി എ ഓഫ് 0 എന്ന് പറയുന്നത് എ ഇൻറ്റു 0 വിച്ച് ഇസ് 0. ടി എ ഓഫ് കെ യു എന്ന് പറയുന്നത് എ ഓഫ് എ എക്സ് ആണ്. ടി എ എക്സ് എന്ന് പറയുന്നത് എ എക്സ് ആണ്. സോ ടി എ ഓഫ് കെ യു ഇസ് ഈക്വൽ ടു എ ഇൻറ്റു കെ യു. But A is a matrix, so scalar can be taken out, K times AU. So it's very, നോക്കൂ ഒരു വൺ ലൈൻ പ്രൂഫ് ആണ്, ഇറ്റ്സ് വെരി സിമ്പിൾ. സോ ഇൻ ജനറൽ ഇതിനെ രണ്ടിനെയും കമ്പൈൻ ചെയ്ത്, അതായത് ബിയും സിയും കൂടി കമ്പൈൻ ചെയ്താൽ ഒരു ഫൈനൽ ടേംസിന് നമുക്കതിനെ കമ്പൈൻ ചെയ്താൽ ടി എ ഓഫ് K1U1 പ്ലസ് K2U2, ആ ഇൻസൈഡ് ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ എഴുതിയിരിക്കുന്ന K1U1 പ്ലസ് അതിനെയാണ് നമ്മൾ ലീനിയർ കോമ്പിനേഷൻ എന്ന് പറയാം. എന്താണ്? സ്കെയിലർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആഡ് ചെയ്യുന്നു. ഓരോ വെക്ടറിനെ നമ്മൾ ഓരോ സ്കെയിലർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആഡ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ലീനിയർ കോമ്പിനേഷൻ എന്ന് പറയാം. സോ ടി എ ഓഫ് ദാറ്റ് ലീനിയർ കോമ്പിനേഷൻ ഇസ് സെയിം ആസ് K1 ടൈംസ്, സെപ്പറേറ്റ് ചെയ്യാം, ഫുള്ളിനെ സ്പ്ലിറ്റ് ചെയ്യാം. അതായത് സ്കെയിലേഴ്സിനൊക്കെ പുറത്തെടുക്കാം, അഡിഷനൊക്കെ സ്പ്ലിറ്റ് ചെയ്യാം. സോ ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടി ഓഫ് എ മാട്രിക്സ് ട്രാൻസ്ഫോർമേഷൻ. ആസ് വി സെഡ്, വി വിൽ ബി ഗോയിങ് ഡീറ്റെയിൽ ഓൺ ദിസ് മാട്രിക്സ് ട്രാൻസ്ഫോർമേഷൻ, ഓർ ഇറ്റ്സ് എ കൈൻഡ് ഓഫ് ലീനിയർ ട്രാൻസ്ഫോർമേഷൻ. അതിന് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും നെക്സ്റ്റ് ചാപ്റ്ററിൽ. അപ്പോൾ നമുക്ക് ഒന്നുകൂടി ഡീപ്പായിട്ട് പോവാം. സോ ഇറ്റ്സ് ജസ്റ്റ് എ ഗ്ലിംസ്. സോ ആ ബ്ലൂയിഷിലായിട്ട് എഴുതിയിരിക്കുന്നത് ഇറ്റ്സ് എൻ ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടി ഓഫ് മാട്രിക്സ് ട്രാൻസ്ഫോർമേഷൻ. ഓക്കെ, ലീനിയർ കോമ്പിനേഷൻ നമുക്ക് എന്ത് ചെയ്യാം? സ്പ്ലിറ്റ് ചെയ്യാം. ഇനി ഇപ്പോൾ താഴെ തന്നിരിക്കുന്ന ഒരു എക്സാമ്പിൾ കൺസിഡർ ചെയ്യാം. W1 is equal to x1 square plus x2 square, W2 is equal to x1 into x2. സോ നമുക്ക് ഒരിക്കലും ഒരു കോൺസ്റ്റൻസിന് അല്ലെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു മെട്രിക്സ് എ ബി സി ഡി കണ്ടുപിടിക്കാൻ പറ്റില്ല. സോ ദാറ്റ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് x1 സ്ക്വയർ ഒരിക്കലും കിട്ടില്ല, ബിക്കോസ് എയും ബിയും സിയും ഡിയും ജസ്റ്റ് സ്കെയിലേഴ്സ് ആണ്. x1 സ്ക്വയർ കിട്ടണമെങ്കിൽ x1 നമ്മൾ x1 കൊണ്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്യണം. സോ ദാറ്റ് ഈസ് നോട്ട് പോസിബിൾ. ഇൻ ദിസ് ഇക്വേഷൻ വി കനോട്ട് ഫൈൻഡ് ആൻ എ ബി സി ഡി സച്ച് ദാറ്റ് ദിസ് സാറ്റിസ്ഫൈസ്. അപ്പോൾ എല്ലാ കേസിലും ഏതൊരു ലീനിയർ ഇക്വേഷൻസ്, സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻ തന്നാലും നമുക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മാട്രിക്സ് ട്രാൻസ്ഫോർമേഷൻ കിട്ടണമെന്ന് നിർബന്ധമില്ല. Okay, so there is no guarantee that we have a matrix transformation for every system of linear equations. So the next result will give you when we can expect a matrix transformation for a given system of linear equation. So theorem 1.8.2, T from Rn to Rm is a matrix transformation if and only if, it's a characterization. എപ്പോഴാണ് എക്സിസ്റ്റ് ചെയ്യുക? For every vectors u, v in Rn and for every scalar k, T of u plus v is T of u plus T of v, additive property add ചെയ്യാം. And T of ku is equal to k times T of u, homogeneity property. അപ്പം
ഒരു മെട്രിക്സ് ട്രാൻസ്ഫോർമേഷൻ ആണെങ്കിൽ ഈ രണ്ട് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യും. തിരിച്ച് ഈ രണ്ട് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ കറസ്പോണ്ടിങ് ആയിട്ടൊരു മെട്രിക്സ് നമുക്ക് കണ്ടുപിടിക്കാനും പറ്റും. ഓക്കെ, ആ എ എന്ന് പറയുന്ന മെട്രിക്സിനെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ആക്ച്വലി ബേസിക്കലി മെട്രിക്സ് ട്രാൻസ്ഫോർമേഷൻ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ മെട്രിക്സിനെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. കാരണം ടി ഓഫ് എ എക്സ് എന്ന് പറയുന്നത് എന്താണ്? എ ഇൻറ്റു എക്സ്. അപ്പം മാപ്പിംഗ് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് ആ എ അറിയണം. അപ്പം അങ്ങനത്തെ ഒരു മെട്രിക്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് ബേസിക്കലി നമുക്ക് വേണ്ടത്. അപ്പം നമ്മുടെ ട്രാൻസ്ഫോർമേഷൻ ഈ രണ്ട് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ കറസ്പോണ്ടിങ് ആയിട്ടുള്ള എനെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. സോ വി ക്യാൻ find that matrix transformation. So to prove this, first assume that it is a matrix transformation. So in the previous theorem we have already proved that additive property and homogeneity property. So nothing to prove. Tiriche assume that 1 and 2 hold. We have to prove that there exists a matrix such that t of x is equal to ax for every x in R. So നമ്മൾ ഓൾറെഡി ഒരു പ്രോപ്പർട്ടി എന്താണ്? ടിക്ക് ഈ രണ്ട് പ്രോപ്പർട്ടി നമ്മൾ അസ്യൂം ചെയ്തു. സോ നമ്മൾ നേരത്തെ പറഞ്ഞു ഈ രണ്ട് പ്രോപ്പർട്ടീനെ കമ്പൈൻ ചെയ്താൽ നമുക്ക് എങ്ങനെ പറയാം? ടി ഓഫ് k1 u1 പ്ലസ് k2 u2 ദാറ്റ് ലീനിയർ കോമ്പിനേഷൻ ഇസ് ഈക്വൽ ടു k1 ഇൻറ്റു ടി ഓഫ് u1 പ്ലസ് k2 ടി ഓഫ് u2 പ്ലസ് എക്സെട്ര kr ടി ഓഫ് ur. നമ്മൾ നേരത്തെ ജസ്റ്റ് ഇൻ ദ പ്രീവിയസ് കേസ് ഇതാണ് ഈ ബ്ലൂയിഷ് രണ്ടും കൂടി കമ്പൈൻ ചെയ്താൽ അഡിറ്റീവ് പ്രോപ്പർട്ടിയും ഹോമോജനിറ്റി പ്രോപ്പർട്ടിയും കൂടി കമ്പൈൻ ചെയ്താൽ നമുക്ക് ഇങ്ങനൊരു 10th we can prove. So that's your 12th. For all scalars k1, k2, etc. kr and u1, u2, etc. ur in R. ഏതൊരു വെക്ടറിനും സ്കേലാസിനും ഈ 12 എന്ന് പറയുന്ന പ്രോപ്പർട്ടി ഹോൾഡ് ചെയ്യും. Now we are defining A as t of e1, t of e2, etc. t of en. അതായത് ഫസ്റ്റ് കോളം എന്ന് പറയുന്നത് e1 എന്ന് പറയുന്നത് എന്താണ്? 1 0 0 0. ഫസ്റ്റത്തെ എൻട്രി മാത്രം 1, ബാക്കിയൊക്കെ 0 ആയിട്ടുള്ള വെക്ടർ. e2 എന്ന് പറയുന്നത് സെക്കൻഡ് എൻട്രി 1ഉം ബാക്കിയെല്ലാം 0 ആയിട്ടുള്ള. അങ്ങനെയാണ് ഈ n. ഇനി ടി ഓഫ് e1 എന്ന് പറഞ്ഞാൽ എന്താണ്? ആ മെട്രിക്സിലേക്ക് നമ്മൾ ആ വെക്ടറിലേക്ക് നമ്മൾ ടീനെ അപ്ലൈ ചെയ്യുന്നത്. അതാണ് ടി ഓഫ് e1. സോ അതായിരിക്കും എന്റെ ഫസ്റ്റ് കോളം. സെക്കൻഡ് കോളം ഓഫ് എ എന്ന് പറയുന്നത് ടി ഓഫ് e2 എക്സെട്ര. ടി ഓഫ് en ഇസ് ദ ലാസ്റ്റ് കോളം. സോ അങ്ങനെ നമ്മൾ എ എന്ന് പറയുന്ന മെട്രിക്സിനെ ഡിഫൈൻ ചെയ്തു. ഓക്കെ, സോ എ ഇസ് എ ലീനിയർ കോമ്പിനേഷൻ ഓഫ് ദി കോളംസ് ഓഫ് എ. സോ എ എക്സിനെ നമുക്ക് എങ്ങനെ എഴുതാം? എ എക്സ് ഇസ് ഈക്വൽ ടു എ ഇതാണ് ടി ഓഫ് e1, ടി ഓഫ് e2 എക്സെട്ര ടി ഓഫ് en. സോ എ എക്സ് എന്ന് പറയുന്നത് എന്താണ്? x1 ഇൻറ്റു ഫസ്റ്റ് കോളം അല്ലേ? x1 ഇൻറ്റു ഫസ്റ്റ് കോളം പ്ലസ് x2 ഇൻറ്റു സെക്കൻഡ് കോളം പ്ലസ് xn ഇൻറ്റു ഇത് നമ്മൾ മെട്രിക്സ് ഇപ്പോൾ എഴുതിയിരിക്കുന്ന എ എക്സ് എന്ന് പറയുന്ന അത് എഴുതിയിരിക്കുന്ന ഇത് നമ്മൾ മുന്നേ പഠിച്ചിട്ടുണ്ട്. തിയറം 131 അതായത് മെട്രിക്സ് ഇൻറ്റു കോളം വെക്ടറിൻ്റെ ഇതാണ് ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് എഴുതാൻ പറ്റുന്നത്. പ്ലീസ് ഗോ ബാക്ക് ആൻഡ് സ്റ്റഡി ദാറ്റ്. ഒരു മെട്രിക്സ് ഇൻറ്റു ഒരു സ്കെയിലാർ നിങ്ങൾ വെറുതെ എഴുതി നോക്കിയാലും മതി. ഒരു മെട്രിക്സ് a11 a12 എക്സെട്ര ഇൻറ്റു x1. അപ്പോൾ എന്തുവരും? a11 x1 പ്ലസ് a12 x2 പ്ലസ്. അപ്പോൾ നമുക്കിങ്ങനെ അതിന് കോളമായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാൻ പറ്റും. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു ax ഈക്വൽ ടു ഇനി x1 ഇൻറ്റു ടി ഓഫ് e1 നമുക്ക് തിരിച്ചെഴുതാം. എങ്ങനെ? ടി ഓഫ് x1 e1 റൈറ്റ്. അതായത് സെക്കൻഡ് പ്രോപ്പർട്ടി വെച്ചിട്ട് സെക്കൻഡ് പ്രോപ്പർട്ടീനെ തിരിച്ചെഴുതിയാൽ ടി ഓഫ് കെ യു ഇസ് ഈക്വൽ ടു കെ ടി യു, അതായത് കെ ടി യു ഇസ് ഈക്വൽ ടു ടി ഓഫ്. അപ്പോൾ ആ പ്രോപ്പർട്ടി യൂസ് ചെയ്താൽ x1 ഇൻറ്റു ടി ഓഫ് e1 ഇസ് സെയിം ആസ് ടി ഓഫ് x1 e1. അടുത്തത് ടി ഓഫ് x2 e2. ഇനി അതിനെല്ലാം കൂടി കമ്പൈൻ ചെയ്ത് എഴുതിയാൽ ടി ഓഫ് x1 e1 പ്ലസ് x2 e2 പ്ലസ് എക്സെട്ര xn en വിച്ച് ഇസ് ഈക്വൽ ടു ടി ഓഫ് x. ബിക്കോസ് x ആണത്. xn എങ്ങനെ എഴുതാം? x1 e1 പ്ലസ് x2 e2 പ്ലസ് എക്സെട്ര xn en. സോ ദാറ്റ്സ് ദ പ്രൂഫ്. സിമ്പിൾ ആണ് കേട്ടോ, ഒന്നുമില്ല. സോ സിമ്പിൾ. ഒരൊറ്റ കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി. എൻ്റെ കൺസ്ട്രക്ഷൻ എനെ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? എ ഇസ് ഈക്വൽ ടു ടി ഓഫ് e1, ടി ഓഫ് e2, ടി ഓഫ് en. നെക്സ്റ്റ് വൺ ഇസ് തിയറം 1.8.3. Every linear transformation from Rn to Rm is a matrix transformation and every matrix transformation, അതായത് അതിൻ്റെ തൊട്ട് മുന്നേ ലീനിയർ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത് തിയറം 1.8.2 കൊടുത്ത ആ രണ്ട് പ്രോപ്പർട്ടിയില്ല, അഡിറ്റീവ് പ്രോപ്പർട്ടി ആൻഡ് ഹോമോജനിറ്റി പ്രോപ്പർട്ടി. സോ എ ട്രാൻസ്ഫോർമേഷൻ സാറ്റിസ്ഫൈസ് 1 and 2 ഇസ് കോൾഡ് എ ലീനിയർ ട്രാൻസ്ഫോർമേഷൻ. അപ്പോൾ Rn ടു Rnലേക്കുള്ള എല്ലാ മെട്രിക്സ് ട്രാൻസ്ഫോർമേഷൻസും ലീനിയർ ആയിരിക്കും. തിരിച്ച് ലീനിയർ ട്രാൻസ്ഫോർമേഷൻ മെട്രിക്സും ആയിരിക്കും. ബേസിക്കലി ഇത് രണ്ടും ഒന്ന് തന്നെയാണ്, ലീനിയർ ട്രാൻസ്ഫോർമേഷൻ മെട്രിക്സ് ട്രാൻസ്ഫോർമേഷൻ.
ലീനിയർ ട്രാൻസ്ഫോർമേഷൻ്റെ ഒരു പെർട്ടിക്കുലർ കേസാണ് ഈ മെട്രിക്സ് ട്രാൻസ്ഫോർമേഷൻ. അത് നമ്മൾ ലീനിയർ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ വരുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. Now let's move to theorem 1.8.4. Suppose TA is a transformation from Rn to Rm and TB is a transformation from Rn to Rm. Then if TA of x is equal to TB of x, then ആ രണ്ട് മെട്രിക്സ് A will be same as B. സിമ്പിൾ ആയിരിക്കും പ്രൂഫ്. TA of x equal to TB of x എന്ന് തന്നിട്ടുണ്ട്. What is TA of x? It's AX. TB of x എന്താണ് ബൈ ഡെഫിനിഷൻ? It's BX. So AX equal to BX. ഇനി എക്സിനെ നമുക്ക് എങ്ങനെയാണ് നൊട്ടേറ്റ് ചെയ്യാം? എക്സിനെ നമുക്ക് സ്റ്റാൻഡേർഡ് ബേസിസ് ആയിട്ട് നൊട്ടേറ്റ് ചെയ്യാം. So AX equal to BX. So this is true for any x. അപ്പം choose x as standard basis E1, E2, etc. En. ഓക്കെ, ഏതൊരു എക്സിനും AX equal to BX ആയിരിക്കും. സോ പെർട്ടിക്കുലർലി എക്സിന് നമ്മൾ E1, E2, etc. En സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്ത് കൊടുത്താൽ ക്യാപിറ്റൽ A ഇൻറ്റു E1 ഇസ് ഈക്വൽ ടു B ഇൻറ്റു E1. അതുപോലെ A ഇൻറ്റു E2 ഇസ് ഈക്വൽ ടു B ഇൻറ്റു E2. സിമിലർലി ഫോർ A En ഇസ് ഈക്വൽ ടു B En. അപ്പം എന്ത് വരും? ഈ EJs എന്ന് പറഞ്ഞാൽ എന്താണ്? ജെത്തെ എൻട്രി മാത്രം 1 ആയിരിക്കും, ബാക്കിയെല്ലാം 0 ആയിരിക്കും. അപ്പം നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ഓരോ എൻട്രീസും അല്ലെങ്കിൽ ഓരോ കോളംസും എൻ്റെയും ബിൻ്റെയും സെയിം ആയിട്ട് കിട്ടും അല്ലേ? A ഇൻറ്റു E1 എന്ന് പറയുമ്പോൾ എന്ത് കിട്ടും? ഫസ്റ്റ് കോളം കിട്ടും എൻ്റെ. അതുപോലെ ഇപ്പുറത്തെ സൈഡിൽ B ഇൻറ്റു E1 എന്ന് പറയുമ്പോൾ ബിയുടെ ഫസ്റ്റ് കോളം കിട്ടും. So first column will be same, second column will be same, etc. N column will be same. So you will get A is equal to B. Okay. So theorem 1.84 is significant because it tells that there is a 1-1 correspondence between. Okay. ഇപ്പോൾ എന്താണ് നമ്മുടെ 1.8.4 എന്ന് പറഞ്ഞത്? T of x equal to TB of x ആണെങ്കിൽ A equal to B. അതാണ് 1-1 അല്ലേ? F of x equal to F of I ആണെങ്കിൽ x equal to B ആണെങ്കിൽ x equal to A ആണെങ്കിൽ F of x equal to F of x y implies x equal to y is called 1-1ness അല്ലേ? It's called injective mapping. So here നമ്മൾ 1.8.4ൽ പ്രൂവ് ചെയ്തത് തന്നെയാണ്. ഇമേജസ് സെയിം ആണെങ്കിൽ A will be same as B. So it says there is a 1-1 correspondence between a matrix and an RM2. ആ ഒരു മെട്രിക്സ് ട്രാൻസ്ഫോർമേഷന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു മെട്രിക്സേ ഉണ്ടാവുള്ളൂ. ഓക്കെ, 1-1 കറസ്പോണ്ടൻസ് എന്ന് പറഞ്ഞാൽ ഒരു മെട്രിക്സ് ട്രാൻസ്ഫോർമേഷൻ ഉണ്ടെങ്കിൽ അതുമായിട്ട് കറസ്പോണ്ട് ചെയ്തിട്ടുള്ള ഒറ്റ മെട്രിക്സേ ഉണ്ടാവുള്ളൂ. ഇപ്പോൾ ഈ തിയറം മനസ്സിലായില്ലേ? ഒരു മെട്രിക്സ് ട്രാൻസ്ഫോർമേഷൻ ഉണ്ട്, അതിൻ്റെ ഇമേജസ് സെയിം ആണെങ്കിൽ ആ മെട്രിക്സ് സെയിം ആയിരിക്കും. അതായത് ഒരു മെട്രിക്സ് ട്രാൻസ്ഫോർമേഷന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു മെട്രിക്സ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഇനി അതിനെ നമ്മൾ സ്റ്റാൻഡേർഡ് മെട്രിക്സ് എന്നാണ് പറയാം. ഒരു മെട്രിക്സ് ട്രാൻസ്ഫോർമേഷനായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു പെർട്ടിക്കുലർ ഒറ്റൊരു മെട്രിക്സിനെ നമ്മൾ സ്റ്റാൻഡേർഡ് മെട്രിക്സ് എന്നാണ് പറയുക. അതിനെ നമ്മൾ കണ്ടുപിടിക്കുന്നത് ഈ പ്രൂഫിൽ പറഞ്ഞ പോലെ A is equal to TE1, TE2, etc. TEN. ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്. നമുക്ക് സപ്പോസ് ഒരു മെട്രിക്സ് ട്രാൻസ്ഫോർമേഷൻ തന്നിട്ടുണ്ടെന്ന് വിചാരിക്കാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ആ ട്രാൻസ്ഫോർമേഷന് നമ്മൾ E1 അപ്ലൈ ചെയ്യും. അപ്പോൾ കിട്ടുന്ന ആ കോളം വെക്ടർ ഇല്ലേ, അതിനെ എയുടെ കോളം വെക്ടറായിട്ട് എഴുതും. T of E2നെ എയുടെ സെക്കൻഡ് കോളം ആയിട്ട് എഴുതും. അങ്ങനെ നമ്മൾ എനെ കണ്ടുപിടിക്കാൻ പറ്റും. സോ വി ക്യാൻ സീ ഇറ്റ് ആസ് ആൻ എക്സാമ്പിൾ. Example 4, finding a standard matrix. So question ഇതാണ്, find the standard matrix A for linear transformation T from R2 to R2 defined by T of x1 x2 is equal to 2x1 plus x2 x1 minus 3x2 minus x1 plus x2. ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ. ഇതാണ് നമ്മുടെ ട്രാൻസ്ഫോർമേഷൻ. വി ഹാവ് ടു ഫൈൻഡ് A. ഓക്കെ, സിമ്പിളാണ് കണ്ടുപിടിക്കാൻ. എന്ത് ചെയ്താൽ മതി? T of E1 കണ്ടുപിടിക്കാം. ബേസിസിലെ എലമെൻസിനെ കണ്ടുപിടിക്കാതെ. സോ T of E1 is equal to T of what is E1? 1 0 because നമ്മുടെ സ്പേസ് ഇവിടെ R2 ആണ്. സോ 1 0 which is equal to, ഇനി എന്ത് ചെയ്യുക? x1ന് 1 കൊടുക്കുക, x2ന് 0 കൊടുക്കുക. അപ്പോൾ ആ ട്രാൻസ്ഫോർമേഷൻ എന്ത് വരും? 2 1 minus 1. സിമിലർലി ഫൈൻഡ് T of E2. E2 is 0 1. ആ സെയിം ട്രാൻസ്ഫോർമേഷൻ. അപ്പോൾ x1 0 x2 1 ആയിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂസ് 1 minus 3 1.
ഇനി ഈ രണ്ടിനെയും എയുടെ ഫസ്റ്റ് കോളം സെക്കൻഡ് കോളം ആയിട്ട് എഴുതിയാൽ യു വിൽ ഗെറ്റ് ദ സ്റ്റാൻഡേർഡ് മെട്രിക്സ്. അടുത്ത എക്സാമ്പിൾ, കമ്പ്യൂട്ടിംഗ് വിത്ത് സ്റ്റാൻഡേർഡ് മെട്രിസസ്. For a linear transformation in example 4, use standard matrix A to obtain T of 1, 4. ഓക്കെ, അപ്പോൾ ഇതിലെന്താ പറയുന്നത് വെച്ചാൽ ഇമേജ് ഓഫ് 1, 4 കണ്ടുപിടിക്കണം നമ്മൾ. അപ്പോൾ എങ്ങനെ കണ്ടുപിടിക്കും? T of 1, 4 is equal to AX അല്ലേ? T of X എന്ന് പറയുന്നത് എന്താണ്? AX ആണ്. ഇവിടെ A എന്ന് പറയുന്നത് തൊട്ട് മുന്നത്തെ എക്സാമ്പിൾ നമുക്ക് A കിട്ടിയിട്ടുണ്ട്. A ഇൻറ്റു X എന്ന് പറയുന്നത് നമുക്ക് തന്നിരിക്കുന്ന വാല്യൂ 1, 4. സോ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് അതിൻ്റെ ഇമേജ്. അടുത്ത ക്വസ്റ്റ്യൻ ഇതുപോലെ ഫൈൻഡിങ് എ സ്റ്റാൻഡേർഡ് മെട്രിക്സ് ആണ്. സോ ട്രാൻസ്ഫോർമേഷൻ ഇതാണ്, T of x1 x2 3x1 x2 2x1 minus 4x2. ഇതിനെ നമുക്ക് മെട്രിക്സിൻ്റെ അല്ലെങ്കിൽ ഒരു കോളം ഫോമിലേക്ക് എഴുതിയാൽ T of x1 അതിൻ്റെ താഴെ x2 ഇങ്ങനെ കിട്ടും, വിച്ച് ഇസ് ഈക്വൽ ടു അതിനെങ്ങനെ എഴുതാം? 3x1 x2 എങ്ങനെ എഴുതാം? 3 1 2 minus 2 ഇൻറ്റു x1. ഇതിനിങ്ങനെ എഴുതണമെന്നില്ല, നിങ്ങൾ T of E1 കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് 3 2 എന്ന് കിട്ടും. T of E2 1 minus 2 എന്ന് കിട്ടും. സോ യുവർ മെട്രിക്സ് ഇസ് 3 1 2 minus 2. So it's simple. I hope you understood this. If you have any doubt, please let me know. Okay, thank you.